ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ സുറിനാമെ പഹ്ലാ ദിൻ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു. എഴുതിയത് ഹിമാംശു ജോഷിയാണ്. അദ്ദേഹത്തിൻ്റെ സഫർനാമ യാത്രാ വിവരണമായിരുന്നു പാഠഭാഗം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ഒരു ചെറിയ വിവരണം, ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറി ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിനത് ഉപകരിക്കും, കാരണം അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് കേട്ടോ. ആ വിവരണത്തെ ഷോർട്ടാക്കി എഴുതി നോക്കിയിരിക്കുക, പറഞ്ഞുതരാം. സംസാർ കെ സബ്സെ അധിക വൻ ബ്രസീൽ മേ പായെ ജാത്തെ ഹായം. ലോകത്തിലെ ഏറ്റവും അധികം വനാന്തരങ്ങൾ കാണപ്പെടുന്നത് ബ്രസീലിൽ ആണ്. ഇസിസെ 93% ഭൂമി ഹരിയാലി സെ ടക്തെ ഹെ. ഇതിൽ 93% ഭൂമിയും ഹരിയാലി പച്ചപ്പിനാൽ ടക്തെ ഹെ മൂടപ്പെടുകയും ചെയ്തു. लगभग 20,000 किलोमीटर की लंबी यात्रा के बाद विमान धरती पर उतरा. लगभग ഏകദേശം 20,000 കിലോമീറ്റർ ലംബി യാത്ര ദൈർഘ്യമാർജിച്ച യാത്രയ്ക്ക് ശേഷം വിമാനം ഭൂമിയിലേക്ക് ഇറങ്ങി. हिंदी को भोजपुरी अवधि के रूप में हनुमान चालीस से रामचरितमानस आदि धर्म ग्रंथों वे भारत से जाते समय ले गए. ഹിന്ദിയിലെ ഭോജപുരി അവധി എന്നീ രൂപത്തിലെ ഉള്ള യഥാ ഹനുമാൻ ചാലീസ്, രാമചരിതമാനസ് എന്നീ ധർമ്മഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ വേർണച്ച അവർ, അതായത് ഭാരതത്തിൽ നിന്ന് സുറീനാമിലേക്ക് എത്തപ്പെട്ട ശ്രമിക തൊഴിലാളി വർഗങ്ങൾ, നേരത്തെ ആൾക്കാർ അവിടേക്ക് ചെന്നപ്പോൾ അവരുടെ കൂടെ ലേഖയ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഈ മതഗ്രന്ഥങ്ങൾ. ആജ് 130 സാൽ കെ ബാദ്, ഇന്ന് 130 130 വർഷങ്ങൾക്ക് ശേഷം ഏക് നയേ രൂപമേ ഉപസ്ഥിതി ഹെ, ഒരു പുതിയ രൂപത്തിൽ അതിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. അബ് സുറീനാം കെ സബ് ലോഗോं की ഭാഷ ബൻ ഗയി ഹെ. ഇപ്പോൾ സുറീനാമിലെ എല്ലാ ജനങ്ങളുടെയും ഭാഷയായി അത് മാറുകയും ചെയ്തു, ഹിന്ദി എന്ന ഭാഷ. 130 साल पहले പ്രഥമ ഭാരതീയ ശ്രമികെ യഹാം ആയേ ഥേ. 130 വർഷങ്ങൾക്ക് പഹലെ മുൻപേ പ്രഥമ ഭാരതീയ, ആദ്യത്തെ ഭാരതീയൻ, അതായത് സുറീനാമിലേക്ക് എത്തപ്പെട്ട പ്രഥമ ഭാരതീയൻ, ശ്രമികനായ തൊഴിലാളിയായ ഭാരതീയൻ യഹാം ആയതേ ഇവിടേക്ക് എത്തിച്ചേർന്നു. ഉൻകി സ്മൃതി മേം ഹിന്ദി മഹാപർവ് കാ ആയോജൻ ഹോ റഹാ ഹെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഹിന്ദി മഹാപർവ് അവിടെ വച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഹിന്ദി മഹാപർവ് അവിടെ വച്ച് നടത്തുന്നത്. ഈ സ്ഥലത്താണ് സുറീനാം. അടുത്ത നോക്കി, കരീബെ 64 लाख आबादी वाले इन देशों के 37% ഭാരതീയ മൂൽ കെ ഹെ. കരീബ് ഏകദേശം 4.5 ലക്ഷം ആബാദി വാലെ ജനസംഖ്യയുള്ള ഈ ദേശത്തെ 37% ജനങ്ങളും ഭാരതീയ വർഗത്തിൽപ്പെട്ടവർ ആണ്. യഥാ പാരാമറുബോം എന്ന പട്ടണത്തിൽ, അവിടുത്തെ പ്രസിദ്ധിയാർജിച്ച ഒരു ഷഹർ പട്ടണമാണ് പാരാമറുബോം. അവിടെ ആ പാരാമറുബോം ഷഹർ മേ സർവത്ര ഭാരതീയ ദീഖ് രഹാ ഹെ. അവിടെ എവിടേക്ക് നോക്കിയാലും ആ പട്ടണത്തിൽ ആരാണ്? ഭാരതീയരെ മാത്രമാണ് കാണപ്പെടുകയും ചെയ്യുന്നത്. ഇസ്സേ ഷഹർ കോ ഭാരതീയ ഷഹർ ജൈസ ലഗ രഹാ ഹെ. ഇതുകൊണ്ട് ആ പട്ടണത്തെ ഭാരതീയ ഷഹർ എന്ന് നമുക്ക് തോന്നിപ്പോകും. സുറീനാം കെ ആഫ്രിക്കി മൂൽ കെ രാഷ്ട്രപതിനെ കഹ. സുറീനാമിലെ ആഫ്രിക്കൻ വംശജനായ രാഷ്ട്രപതി പറഞ്ഞു, സുറീനാം ആർ ഭാരത് കെ ബീച്ച് ഗഹ്ര ആത്മീയ സംബന്ധ ഹെ. സുറീനാമിൻ്റെയും ഭാരതത്തിൻ്റെയും ഇടയിൽ ആഴമേറിയ ആത്മീയ ബന്ധം ഉണ്ട്. ദോനോं के बीच ഭാഷായി സംബന്ധ ഹെ. രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലെ ഭാഷാബന്ധവും ഉണ്ട്. ഭാഷാഭാവോं की അഭിവ്യക്ത करने का सशक्त മാധ്യം ഹെ. ഭാഷ എന്നുള്ളത് ഭാവനകളെ അഭിവ്യക്തി പ്രകടമാക്കാനുള്ള സശക്തമായ മാധ്യമം ആകുന്നു. ഹിന്ദി കി ജനനി സംസ്കൃതി കി അപ്നി വിശേഷതായും ഹെ. ഹിന്ദിയുടെ ജനനി മാതാവായ സംസ്കൃത ഭാഷയ്ക്കും അതിൻ്റേതായ വിശേഷതകൾ ഉണ്ട്. ആജ് വിശ്വ കെ പ്രമുഖ ഭാഷാ കെ രൂപമേ ഹിന്ദി ഉഭർ രഹാ ഹെ. ഇന്ന് ലോകത്തിലെ, വിശ്വം എന്ന് വെച്ചാൽ ലോകത്തിലെ പ്രമുഖ ഭാഷകളുടെ രൂപത്തിൽ ഹിന്ദി ഭാഷയും ഉയർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുറീനാമേ ഹിന്ദി കെ പ്രചാർ കെ ലിയെ. സുറീനാമിൽ ഹിന്ദിയുടെ പ്രചാരണത്തിന് കെ ലിയെ വേണ്ടി ആം ജനത, സാധാരണപ്പെട്ട ജനങ്ങൾ ഹിന്ദി ഫിൽമോ തഥാ സംഗീതോമേ വിശേഷ യോഗ്ദാൻ ഹെ. അതായത്
സുറിനാമിൽ ഹിന്ദി ഭാഷയുടെ പ്രചാരത്തിന് വേണ്ടി സാധാരണപ്പെട്ട ജനങ്ങളും ഹിന്ദി ഫിലിമുകളും സംഗീതങ്ങൾക്കും വിശേഷമായ പങ്ക് തന്നെ ഉണ്ട്. യഹാങ്കെ ഭാരതീയ മിലാപ് ബഹത്തെ ആഹ്ലാദിത് കർ രഹാ ഥാ. ഇവിടെയുള്ള ഭാരതീയ ജനങ്ങളുടെ മിലാപ് എന്ന് വെച്ചാൽ കൂടിച്ചേരൽ വളരെയധികം ജനകം തന്നെ ആയിരുന്നു വെച്ചാൽ ആഹ്ലാദം തന്നെ ആയിരുന്നു. അതായത് ഹിന്ദി മഹാപർവ അവിടെ വച്ചാണ് കൊണ്ടാടിയത്. അതുകൊണ്ട് അവിടെയുള്ള ഭാരതീയരുടെ ഒരു കൂടിച്ചേരൽ വളരെയധികം ആഹ്ലാദം തരുന്നത് തന്നെ ആയിരുന്നു. ഇതാണ് ആ പാഠത്തിൻ്റെ ഷോർട്ട് സമറി കേട്ടോ. വായിച്ച് വെച്ചിരിക്കുക. നിങ്ങൾക്ക് 1 വേർഡും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഡയറിയും കോൺവെർസേഷനും ഒക്കെയുള്ള പാഠമാണ്. അത് എഴുതാൻ വേണ്ടി ഉപകരിക്കുക. ഓക്കെ, കഴിഞ്ഞൊരു ക്ലാസ്സിലെ ഫുൾ പോയത്തിൻ്റെ സമറി ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പാഠഭാഗങ്ങളുടെയും സമറി നെക്സ്റ്റ് ഡേകളിൽ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.